വീട്ടിലെ ചിന്നറവടി വന്ന് നിൽക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയും. രാവും പകലും ഇത് തന്നെയാണ് അവസ്ഥ. ഇവളുടെ ടേൺ ആണെങ്കിൽ പിന്നെ ഞങ്ങൾ ചത്തുന്ന് കണ്ടുവച്ചാൽ മതി കേട്ടോ. ഇവിടെ വന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വരരുത്. ഇതാണ് എനിക്ക് അവസ്ഥ. ഇവളുടെ ടേൺ ആണ് ആ ദിവസമാണെങ്കിൽ പിന്നെ രാത്രി ഇവിടെ ഒരാൾ ഉറങ്ങിയാലും ഞാനതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വരികയില്ല കേട്ടോ. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയേച്ച് വരുന്നത്. രാവിലെ ഇവിടെ ആഹാരം കൊടുക്കാൻ വേണ്ടി വരുന്നതാണ്. എന്നാ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുവാണെങ്കിൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തില്ല. ഇതുപോലെ വന്ന് കൊട്ടിക്കൊണ്ടേയിരിക്കും. പുറത്തൊരു നായ പോയാൽ ഇവിടെ വന്ന് പരാതി പറച്ചലാണ്. നായ വന്നു അല്ലെങ്കിൽ അപ്പുറത്ത് ആരെങ്കിലും മൂളം വിളിക്കുവാണെങ്കിൽ അത് വന്ന് പരാതി പറിച്ചിട്ട് ഇവിടെ ഒരു പ്രത്യേക ഇവളുടെ വേ ഓഫ് ബാക്കിംഗ് ആയാലും ഇവളുടെ വേ ഓഫ് എന്താ പറയുക ഒരു വാക്കിംഗ് ആയാലും ഒരു ഡിഫറെൻറ്റ് വേ ആണ്. ഇവളെ കണ്ടേച്ച് എനിക്കൊരു നാടൻ നായയുടെ ഒരു ഫീലില്ല കേട്ടോ. ഇവളൊരു ക്രോസ് ഒരു ഫീലാണ് എനിക്ക്. നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നെങ്കിലും ഒന്ന് പറയണം കേട്ടോ. എനിക്ക് ഒരു ക്രോസ് ഫീലുണ്ട്. ഇത് തന്നെയുണ്ട് ഒരു ഡിഫറെൻറ്റ് വേ ആണ് ഇവളുടെ ആറ്റിറ്റ്യൂഡ്സൊക്കെ. സൗണ്ട് ഉണ്ടാക്കലായാലും മറ്റുള്ളവരോടത്ത് ദേഷ്യപ്പെടലായാലും നമ്മളോടത്തുള്ള ബിഹേവിങ് ആയാലും നമ്മളൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഇവൾ നമ്മൾ പറയുന്നതൊക്കെ ഒബേ ചെയ്യും. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തുമില്ല കേട്ടോ. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല, നിൽക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ കമ്പെടുക്കാനാണെങ്കിൽ പോകുമ്പോഴേക്കും ഒരു ഫിയറൊക്കെ ഉണ്ട്. മറ്റേ പട്ടികൾ കമ്പെടുക്കുവാണെങ്കിൽ പട്ടിയെന്ന് പറഞ്ഞിട്ട് പോകും എന്നോട്. ഇവളങ്ങനെയല്ല, കമ്പെടുക്കുവാണെങ്കിൽ അവിടെ ഇരിക്കും. ഞാൻ പറയാണ്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ഞാൻ പറയാണ്ട് തന്നെ ഇവൾ ഓരോ പ്രവൃത്തികൾ ചെയ്യും കേട്ടോ. എനിക്കെന്തോ സംതിങ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്.